ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ട്രഡീഷണൽ അപ്രോച്ചാണ്. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറീസ് ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൽ നമ്മൾ നെറ്റ് ഇൻകം തിയറിയും അതുപോലെ തന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയും നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ട്രഡീഷണൽ അപ്രോച്ചാണ്. ആക്ച്വലി ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് നെറ്റ് ഇൻകം തിയറിയുടെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയുടെയും ഒരു കോമ്പിനേഷനാണ്. രണ്ട് തിയറിയും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും രണ്ട് എക്സ്ട്രീംസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഇൻ്റർമീഡിയറ്റ് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നുണ്ട്. സോ ട്രഡീഷണൽ തിയറി അനുസരിച്ച് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ ഈ കമ്പനി ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ബട്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ, അതായത് ആ പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറാണ്. അതായത് നമ്മൾ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് കഴിയുമ്പോൾ കമ്പനി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്തും. അതിനുശേഷം പിന്നീട് വരുന്ന സിറ്റുവേഷൻസിൽ പിന്നീട് കമ്പനിക്ക് എന്ത് സംഭവിക്കും? നമ്മൾ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയിൽ പഠിച്ചതുപോലെ ഈ എന്ത് സംഭവിക്കും? കമ്പനിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നതുകൊണ്ട്. നമുക്കതൊരു ഗ്രാഫിലൂടെ മനസ്സിലാക്കാം. ഈ ഒരു ഗ്രാഫിൽ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ കമ്പനിയുടെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് അതൊരു സെയിം ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് കൂടുതൽ യൂസ് ചെയ്യുമ്പം ഒരിക്കലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക് പെർസെപ്ഷൻ കൂടുന്നില്ല. അതുകൊണ്ട് തന്നെ രണ്ടും കോൺസ്റ്റൻ്റ് ആയി പോകുന്നത് കൊണ്ട് തന്നെ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിന്റ് വരെ എന്ത് സംഭവിക്കുന്നു? അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ട് പോകുന്നു. പക്ഷേ ഈ ഒരു ലെവൽ, അതായത് നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നോക്കുമ്പോൾ അറിയാം, ഈ ഒരു ഗ്യാപ്പിൽ എത്തുമ്പോൾ ഈ ഒരു സ്റ്റേബിൾ പൊസിഷനെത്തി. ഇതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ലെവൽ കഴിയുമ്പോൾ കമ്പനി വീണ്ടും എന്ത് സംഭവിക്കുന്നത്? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഇൻക്രീസ് ചെയ്യും. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സും കൂടുതൽ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യും. ബിക്കോസ് അവരുടെ ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്നു, അവരുടെ റിസ്ക് പെർസെപ്ഷനും ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നത് വഴി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ റിസ്ക് പെർസെപ്ഷൻ കൂടുകയും കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും എന്ത് ചെയ്യുന്നു? റൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. സോ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിയും കോസ്റ്റ് ഓഫ് ഡെപ്റ്റും ഓട്ടോമാറ്റിക്കലി കൂടുമ്പം ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്ത് സംഭവിക്കും? ഇൻക്രീസ് ചെയ്യും. അതുവഴി എന്ത് സംഭവിക്കും? കമ്പനിയുടെ വാല്യൂ ഡിക്രീസ് ചെയ്യും. അതുകൊണ്ടാണ് നെറ്റ് ഇൻകം തിയറിയുടെയും നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം തിയറിയുടെയും ഒരു കോമ്പിനേഷനാണ് ട്രഡീഷണൽ തിയറി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പോയിന്റ് വരെ, ഈ ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചർ എത്തുന്നത് വരെ ഇത് നെറ്റ് ഇൻകം തിയറിയാണ്. ഓക്കെ, അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഇത് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകമാണ്. അതായത് വീണ്ടും യൂസ് ചെയ്യുന്നത് വഴി ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ത് സംഭവിക്കുന്നു? കൂടുകയാണ്, കമ്പനിയുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. സോ ട്രഡീഷണൽ തിയറി എന്ന് പറയുമ്പം ഇതിൻ്റെ രണ്ടിനെയും ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ കമ്പനിക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നു. ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു ചീപ്പർ സോഴ്സ് ഓഫ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നില്ല? ഇൻക്രീസ് ചെയ്യുന്നില്ല. അങ്ങനെ കമ്പനി ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിലേക്ക് എത്തുന്നു. പക്ഷേ അതിനുശേഷം ഒപ്റ്റിമം ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്തിക്കുന്നതിന് ശേഷം കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം ഡെപ്റ്റ് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഫിനാൻഷ്യൽ റിസ്ക്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫിനാൻഷ്യൽ റിസ്ക് കൂടുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ബെനഫിറ്റ് ആണോ നമുക്ക് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉപയോഗിക്കുന്ന വഴി കിട്ടിയത്, അത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടുന്നത് വഴി ഓഫ്സെറ്റ് ആയി പോവുകയാണ്, നള്ളിഫൈഡ് ആയിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ഓവറോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സും എന്ത് സംഭവിക്കും? ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പം കൂടുതൽ ഇൻട്രസ്റ്റ് ക്ലെയിം ചെയ്യും. അങ്ങനെ ഒരു തേർഡ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയും അങ്ങനെ കമ്പനിയുടെ വാല്യൂ ഡിക്ലൈൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യും. ഇതാണ് ട്രഡീഷണൽ തിയറിക്കകത്ത് പറയുന്നത്. വളരെ ചെറിയൊരു തിയറിയാണ് ഈ ട്രഡീഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് അടുത്ത തിയറി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.